ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീൻ മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ നമ്മുടെ വീടിന്റെ താഴെയുള്ള ഒരു റബ്ബർ തോട്ടത്തിലേക്ക് പോവാണ്. അതിനുള്ള പ്രധാന കാരണം കുറച്ച് ചെടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. റബ്ബർ തോട്ടത്തിൽ എന്താണ് ചെടികൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എന്നും ജിമ്മിൽ പോകുന്നത് ഈ ഒരു റബ്ബർ തോട്ടം ക്രോസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കിയാണ് പോകാറുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ചെടികൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ചെടി പോലെ നമുക്ക് വെക്കാം. അതിലൊന്നാണ് ഈ ചേമ്പ്. നല്ല ഭംഗിയില്ലേ എന്റെ ഇല ഇങ്ങനെ മേളിലേക്ക് നിൽക്കുന്നത്. പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ഈ ചേമ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ചേമ്പ് കണ്ടിട്ട് നല്ല ഭംഗിയായതുകൊണ്ട് ഇവിടുന്ന് 2-3 ചേമ്പ് പറിച്ചോണ്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇവിടെ ഒരു സാധനം അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നീ പനയെന്ന് പറയുന്നത് ഇതല്ല, ഇത് പനയല്ലേ? ഇത് മറ്റേ പന. അതല്ല, ഇതിന്റെ എടുത്താലും നല്ലതാണ്. പൊട്ടിപ്പോവാതെ എടുക്കും, കുറച്ച് ഡീപ്പായിട്ട് കേൾക്കണം. ഇതിന്റെയൊക്കെ വേര് അങ്ങ് താഴോട്ട് പോയിട്ടുണ്ട്. ഒരു ജാതി എന്തേലും ജീവികളുണ്ടെങ്കിൽ പൊക്കോട്ടെ നോർത്ത് തല്ലുന്നതാണേ. ഇത് മൊത്തം മണി പ്ലാന്റ്സാ. എന്താ മരത്തെ കയറി നിൽക്കുന്നുണ്ട, നല്ല രസമില്ലാണ്. മണി പ്ലാന്റ്സോ? ഇത് എവിടെ കൊണ്ട് വെക്കാനാ? ഈ മണി പ്ലാന്റ്സ് നല്ല രസമാണ് അതിൻ്റെ ഇല കാണാൻ. പക്ഷെ അത് വെള്ളത്തിലൊക്കെ കയറാനൊക്കെ ആണെങ്കിലേ ഉള്ളൂ ഭംഗി. ഇത് കണ്ടോ വേറെ ഒരെണ്ണം? ഇത് കണ്ടോ ഈ ചെടി? ഇത് പറിക്കണം. ഇവിടെയൊക്കെ പേരെന്നാന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും 2 പറിച്ചിട്ട് പോയേക്കാം. നോക്കിയപ്പോഴത്തേക്കിനും പെട്ടെന്ന് വരണം. കണ്ടോ ഈ ഇല കാണാൻ നല്ല രസമില്ലേ? ഇത് കണ്ടോ? ഇത് എന്തിനാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേയും കൂടെ നമുക്ക് കൊണ്ടുപോയി പറിച്ച് അങ്ങോട്ട് വെച്ചാലോ? വാട്ട് ഈസ് തിങ്ക്? കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ കുറേ എണ്ണം നിപ്പുണ്ട് അവിടെ, നമുക്ക് ഒരെണ്ണം മതി. ഇതിലേക്കൂടെ സർക്കസ് കളിച്ചിട്ടാണ് ജിമ്മിലേക്ക് കയറി പോകുന്നത്. വഴി ഇതാണ് റോഡ്. ഇതിലെ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി പോകത്തില്ല. അത് ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ചാടി നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീടാവും. ഈ ഫേൺസും കൂടെ ഒന്ന് പറിച്ചിട്ട് പോവാം. അങ്ങനെ ചെടി ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇത്രയും ചെടി കിട്ടി റബ്ബർ തോട്ടത്തിൽ നിന്ന്. കണ്ടോ കുറേ സാധനങ്ങളുണ്ട്. കുഴിച്ച് വെക്കണം ഇനി. ഞാൻ നോക്കിയിട്ട് ചെടിച്ചട്ടി ഒന്നും ഇല്ല, ചെറിയ ചെടിച്ചട്ടികളൊക്കെ ഉള്ളൂ. ചെടിച്ചട്ടിക്കകത്ത് എന്തായാലും വലിയ സാധനം കയറൂല. പിന്നെ ഈ ബക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ കയറുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ കയറ് കൊണ്ട് ഈ ബക്കറ്റ് ഒന്ന് ചുറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയിലിരിക്കത്തില്ല. അപ്പൊ അതിനൊന്ന് ഞാൻ ചുറ്റിയെടുക്കട്ടെ. ബക്കറ്റിൽ കയറൊക്കെ ചുറ്റി വന്നപ്പോൾ ആ മേൽഭാഗത്ത് ചുറ്റാൻ നല്ല പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കാർഡ്ബോർഡ് പേപ്പറിന്റെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്നിട്ട് അതിന്റെ മേളിലേക്ക് ജസ്റ്റ് 2 ലെയർ ആയിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പൊ നമ്മളുടെ ബക്കറ്റ് കൊണ്ടുള്ള പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കുറച്ച് തെർമോക്കോളും കരിയിലയും ഒക്കെ ഇട്ടിട്ട് മണ്ണും വളവും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ പോട്ടി മിക്സ് റെഡിയാക്കിയത്. എന്നിട്ടും നമ്മൾ ആ ഒരു പ്ലാന്റിനെ എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോഴേക്കും ആ ബക്കറ്റിനകത്ത് തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനെ അങ്ങോട്ട് കുറച്ച് ഭാഗം മുറിച്ചിട്ട് ആ ഭാഗം അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് ഞാൻ അതിനെ കുഴിച്ചു വെക്കുമായിരുന്നു ചെയ്തത്. ചേമ്പായതുകൊണ്ട് അങ്ങനെ മുറിച്ചു വെച്ചാലും കിളുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ നേരെ ഹാളിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ മേളിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇതിനെ എടുത്ത് മേളിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ തന്നെ ക്ഷീണിച്ചു. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കിയെല്ലാം കുഴിച്ചു വെക്കാനായിട്ട്. ഇച്ചു ഇപ്പൊ എന്നും ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നതൊക്കെ. ഞാൻ ചെടികളെയൊക്കെ നോക്കുമ്പോഴേക്കും ഇച്ചു അവിടെ ഇരുന്ന് പഠിക്കും. പിന്നെ അവൾ എനിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ടോട്ടൽ 12 ചെടികൾ കിട്ടിയിട്ടുണ്ട്. 12 പോട്ട്സ്, 12 അല്ല 13 പോട്ട്സിൽ വെക്കാനുള്ള ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മളിപ്പോ താഴെ വെച്ചത് കൂടാതെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെടി ഹണ്ട് നമുക്ക് വെറുതെ ആയൊന്നുമില്ല, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.